ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ നിതിൻ. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കത് ചേരത്തില്ല. ഇങ്ങനെയാണ് ഞാൻ. ഉച്ചപൂജയ്ക്ക് ശേഷം ദീപാരാധന കഴിഞ്ഞ് കിട്ടിയ ദക്ഷിണയും പറക്കി നേരെ എങ്ങോട്ടെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നേരെ മഠത്തിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ കുളിച്ച് റെഡിയായി. അതുപോലെ പേശ എടുത്ത് കൊടുത്ത് എപ്പോഴത്തെ പോലെ എന്റെ ഫേവറേറ്റ് ഷർട്ടായ കറുത്ത ഷർട്ട് കയ്യിലെടുത്തോട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് പോസൊക്കെ ചെയ്തു. എപ്പോഴും ഞാൻ കൂടെ കൊണ്ടുള്ള ബാഗും ഹെൽമെറ്റ് കയ്യിലെടുത്തോട്ടോ. എന്നിട്ട് നേരെ മഠത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല വിശപ്പുണ്ട്. ലുലുവും കടന്ന് ആക്കുളവും കടന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ട് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, UST ഗ്ലോബിന്റെ ഓപ്പോസിറ്റുള്ള ശരവണ ഭവനിൽ. കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്നിട്ട് നല്ലപോലെ ഇവിടുത്തെ ഫുഡ് മിസ് ചെയ്തോ. വന്നോടെ തന്നെ ചായയും പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തോട്ടോ. പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ്. ക്ലോസ് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് ചായ നേരത്തെ കൊണ്ടുവന്നോട്ടോ. പിന്നെ ചായ കുടിച്ചിട്ടാവാന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിച്ച് തുടങ്ങിയപ്പോൾ ദോശ എത്തി കേട്ടോ. പിന്നെ അത് അവിടെ ഇരുന്ന് കയറ്റാൻ തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ദോശ ഇഷ്ടമാണ്, ദോശ ഇഷ്ടമുള്ളവർക്ക് കമന്റ് കേട്ടോ. ദോശ എടുത്തപ്പോൾ നേരെ വടയിലോട്ട് പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദോശ ഞാൻ ഓർഡർ ചെയ്തു. അങ്ങനെ 1, 2, 3 ഒരു 4 ദോശയും കഴിച്ച് ഞാൻ അവിടെ നേരെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു പായസത്തിനുള്ള എല്ലാ സാധനം വീണ്ടും അതും വാങ്ങി പോകുന്ന വഴി മൈറ്റി ബ്രദേഴ്സിന്റെ അത്തപ്പൂക്കളം കണ്ടു. അത് ഞങ്ങൾ ക്ലബിന്റെ അത്തപ്പൂക്കളം കണ്ടു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ 3 ഇഞ്ചക്ഷൻ എടുത്തിന്റെ സങ്കടത്തിലും വേദനയിലും കിടന്ന് ഉറങ്ങും കേട്ടോ. അവിടെ നിന്ന് നേരെ ഇറങ്ങി പോത്തങ്കോട്ട് പോയി കേട്ടോ, അമ്മയെ വിളിക്കാൻ വേണ്ടി. ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വരുന്നുണ്ട് എന്റെ അമ്മ. ഓണമായോട് നല്ല തിരക്കാട്ടോ പോത്തങ്കോട്ട് അനുഭവപ്പെട്ടു. അവിടെ നിന്ന് അമ്മേനെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ വന്ന് പറഞ്ഞ പായസത്തിനുള്ള പ്രിപ്പറേഷൻ കുഞ്ഞു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചോ. ശേഷം ചൂടായ ഉരുളിക്ക് പാല് തിളച്ചു തുടങ്ങിയ ശേഷം ഇൻസ്റ്റന്റ് വെർമസലി പായസം പാക്ക് എടുത്ത് ഇട്ടോട്ടോ. പാല് ശേഷം 15 മിനിറ്റ് കൈവിടാതെ ഇളക്കി കേട്ടോ. ഒന്നും കൂടി കൊഴിപ്പിക്കാനും രുചി കൂട്ടാനും കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കണ പിന്നെ എനിക്ക് പറയണ്ടല്ലോ, കൊതിയ. കുറച്ച് അതിന് തോണ്ടി എടുത്ത് നക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. ശേഷം അല്പം നെയ്യ് എടുത്തോട്ടോ. നെയ്യുടെ മണം ഉണ്ടല്ലോ. അങ്ങനെ നെയ്യ് ഒഴിച്ച് ഒന്ന് ഇളക്കി എടുത്തപ്പോൾ പായസം സെറ്റ് ആയിട്ടോ. പക്ഷെ പായസം മാത്രം കുടിക്കാൻ ഒരു സുഖമില്ല. കൂടെ പിടിക്കൊരു ബോളി എടുത്തു കേട്ടോ. ചൂട് ബെർമസിലി പായസം ബോളിന്റെ മണ്ടോട് ഒഴിച്ചു കേട്ടോ. കാണാൻ തന്നെ എന്ത് ഭംഗിയാ, പിന്നെ കഴിക്കാൻ പറയണോ. അങ്ങനെ ആ ബോളിയും പായസം എടുത്ത് പുറത്തിറങ്ങി കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയണില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ കഴിച്ച പായസം എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.